പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങള്, അങ്ങനെ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിച്ച് അവനെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. പക്ഷെ പൂർത്തിയാക്കുന്ന സമയത്ത് ആരും ഇല്ല കൂടെ. എൻ്റെ സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഇത് ഈ 16-ൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ അവൻ യോഹന്നാൻ്റെ സുവിശേഷം 17-ലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ 17-ന്റെ 4 വരുമ്പോൾ അവൻ പറയും, പിതാവേ, അങ്ങ് നാമത്തെ മഹത്വപ്പെടുത്തണമേ. കാര്യം എന്താണ്? അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന്. ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. പക്ഷെ പൂർത്തിയാക്കിയപ്പോഴേ ഏൽപ്പിച്ച ആൾ കൂടെയില്ല എന്നുള്ളത് ഒരു ട്രാജിക്കൽ ട്രൂത്താണ്. യു ഗോട്ട് ദ പോയിന്റ്. നമ്മളെ പല കാര്യങ്ങളും ഏൽപ്പിക്കുന്നവരെ നമ്മളത് പൂർത്തിയാക്കുമ്പോൾ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ മാനസികാവസ്ഥ കൊണ്ടോ അഭിപ്രായ പിന്തുണ കൊണ്ടോ നമ്മുടെ കൂടെ ഇല്ലാത്തൊരു കാലം ഓരോ മനുഷ്യൻ അനുഭവിക്കുന്നത് അവനവൻ്റെ അന്നു വേണ്ട ആഹാരമാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥകളിൽ, വേദനിക്കപ്പെടുന്ന അവസ്ഥയിൽ കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകം ശക്തി തരണമേ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റേത് അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി മറിയുന്നില്ല. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി മറിയുന്നില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒറ്റക്ക് ആയിപ്പോകുന്ന ഒരു വിശ്വാസി എങ്ങനെയാണ് ആത്മാവിൽ ഒറ്റക്ക് ജീവിക്കേണ്ടതെന്ന് പറയണ പുസ്തകം ഞാൻ ആദ്യം പറഞ്ഞ എഫേസ്യ ലേഖനമാണ്. എഫേസ്യ ലേഖനത്തിലെ പൗലോസ് തുടങ്ങണത് ഇങ്ങനെയാണ്: ഡോണ്ട് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. അവൻ പല നാടുകളിൽ കടന്ന് തിരിച്ച് എഫേസ്യസിലെത്തി കഴിയുമ്പോൾ 10-12 വിശ്വാസികൾ അവനെ അഭിമുഖീകരിക്കും. നടപടി പുസ്തകത്തിൻ്റെ 19:1-2 അവരുടെ മുഖത്ത് നോക്കുമ്പോൾ പറയുന്നത്, ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചില്ലേ എന്നാണ് ചോദിക്കണത്. ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചില്ലേ? എല്ലാ കാലത്തും അപ്പോസ്തലന്മാരും കൂട്ടായ്മയും സന്ധിപ്പും സംഘടനയൊക്കെ കൂടെ ഉണ്ടാകുമോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കണ്ടേ? ഒറ്റയ്ക്ക് സാക്ഷ്യം വഹിക്കണ്ടേ? ഡോണ്ട് യു റിസീവ് ഹോളി സ്പിരിറ്റ് എന്നാ ചോദിക്കണത്. കാര്യം അത് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ അവസാനം എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് എങ്ങനെയാണ് കർത്താവിന് സാക്ഷ്യം വഹിക്കേണ്ടത്? എഫേസ്യ ലേഖനം 6:5. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ നന്ദി കർത്താവേ, അങ്ങ് പ്രബോധനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വെളിപാടുകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ശുശ്രൂഷ ഓരോ മക്കളെയും സ്പർശിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്കാണ് നമ്മൾ ആദ്യം വായിച്ചത്. നിങ്ങളെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ലേ? വിശ്വാസി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവനല്ലേ എന്ന. ചിലപ്പോൾ നമ്മൾ സാമുദായികമായിട്ട് ഒറ്റപ്പെട്ട് പോയെന്ന് വരാം. ഇപ്പോൾ ഹമാസിൻ്റെ മിസൈൽ സൗമ്യയുടെ ജീവൻ എടുത്തു. പക്ഷേ ഇവിടുത്തെ നേതാക്കന്മാർ വരെ മുട്ടുവിറക്കുകയാണ് സൗമ്യയുടെ വീട്ടിൽ ചെല്ലാൻ. എന്താ കാര്യം? ആരും അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവരാരും സൗമ്യയുടെ വീട്ടിൽ ചെന്നില്ല. എല്ലാ ഫേസ്ബുക്കിൽ നിന്നും സൗമ്യ കൊല്ലപ്പെട്ടത്, സൗമ്യയെ കൊന്നത് ആരാണെന്നുള്ളത്
വേട്ടക്കാരനെ മറച്ചു പിടിക്കുന്നത് എന്ത് ധൈര്യമാണ്? വേട്ടക്കാരനെ മറച്ചു പിടിക്കുകയും ഇരയെ വലിച്ചെറിയുകയും ചെയ്യുന്ന ധൈര്യം എന്ത് ധൈര്യമാണത്? ഈ ധൈര്യത്തിൻ്റെ പേരാണ് കാട്ടുഭീരുത്വം എന്ന് പറയുന്നത്. സത്യത്തെ സത്യമായിട്ട് കാണാൻ അറിയണം. ഒരു സമുദായത്തെ ഏതെങ്കിലും വകുപ്പിലെ അധികാരികൾ ഒറ്റപ്പെടുത്താൻ നോക്കിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ സമുദായം വളർന്നു വന്ന രീതിയുണ്ട്. അത് സംഘടന കൊണ്ടോ അതിൻ്റെ ആയുധ പിൻബലം കൊണ്ടോ ഒന്നുമല്ല, ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ടാണ്. We are not alone. You must understand by no means. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, സൈന്യത്താലെയല്ല ദൈവത്തിന്റെ ശക്തിയാൽ അഭിഷേകം പ്രാപിക്കാൻ കർത്താവേ പ്രബോധനങ്ങൾ ഓരോ മക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലും കയറ്റാം തിരുസേവ കഴിയാം. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലും കയറ്റാം തിരുസേവ കഴിയാം. ക്രിസ്തനായ ഉന്മഴ പെയ്യിച്ച് പരമപിതാവേ തിന്മഴ ക്രിസ്തനായ ഉന്മഴ പെയ്യിച്ച് പരമപിതാവേ തിന്മഴ. പൗലോസിൻ്റെ ചോദ്യത്തോടെയാണ് ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയത്. എഫേസ്യരെത്തിയപ്പോൾ വിശ്വാസികളോട് അവൻ ചോദിച്ചു. അവിടെ മുഖത്ത് നോക്കിയപ്പോഴേ അവർ വിശ്വാസികളല്ല എന്നാണ് പൗലോസ് പറഞ്ഞത്. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് യാതൊരു ലക്ഷണവും അവരുടെ മുഖത്തില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയണെന്താ? പരിശുദ്ധാത്മാവ് എന്ന് പറയണതൊന്നും കേട്ടിട്ട് പോലും ഇല്ലെന്നാ. ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ആത്മീയ ദുരന്തങ്ങളിൽ ഒന്നിതാണ്. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനെ ബേസ് ചെയ്തല്ല നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ എന്ന് കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് വെയിലത്ത് വാടാൻ സാധ്യതയുണ്ട്. ഇത് തീയിൽ കുരുക്കാത്തതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം തീയിൽ കുരുക്കണമെന്നാണ് പെന്തക്കോസ്ത പഠിപ്പിക്കുന്ന പാഠം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം ചൊരിയട്ടെ. ഇന്ത്യത്തെല്ലാം നടക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ആദിമസഭയുടെ കൂട്ടായ്മ ആത്മാവിൽ തീമഴ പെയ്തതു ആത്മാവിൽ തീനാളങ്ങൾ മഴയായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ തീയിൽ കുരുക്കുക എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുക എന്നാണ്. എല്ലാ തരത്തിലുള്ള ഉപേക്ഷകളെ അനുഭവിച്ചു കഴിയുമ്പോൾ അവസാനമാണ് ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പൗലോസ് പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സഭയെ കാണുമ്പോഴേ അതിനെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചതിന് ശേഷം അവസാനം പറയും, ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതല്ലേ, ആത്മാവിൻ്റെ അഭിഷേകം വാങ്ങിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന ആത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. നമ്മൾ പറയുന്ന സ്നേഹക്ഷമ, ദയ, നന്മ, വിശ്വസ്ത, ആത്മസംയമനത്തിനേക്കാളുപരി ആത്മാവിൻ്റെ ഫലങ്ങളെ, അതിൻ്റെ പ്രകടിത പ്രയോഗ രൂപങ്ങളെക്കുറിച്ച് പൗലോസ് സംസാരിക്കുന്നത് 6:14 വെച്ചാണ്. എന്താ പറയണത്? അതിനാൽ ആത്മാവ് വന്നു കഴിയുമ്പോൾ സത്യം കൊണ്ട് അരമുറുക്കി, പിന്നെന്താണ്? നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമായുള്ള പാദരക്ഷ ധരിക്കുവിൻ. ഇതെല്ലാം ആത്മാവ് സ്വീകരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇതെല്ലാം ആത്മീയമായി വിവേചിച്ച് ആത്മീയ മനുഷ്യന് വേണ്ടി എഴുതുന്നത് കൊണ്ട് ജഡിക മനുഷ്യൻ അത് മനസ്സിലാക്കത്തില്ല എന്ന് പൗലോസ് ജാമ്യം എടുത്തിട്ടുണ്ട്.
സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമായുള്ള പാദരക്ഷ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന നിങ്ങളെ ശത്രുരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന വാൾ, ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. എന്തിനാണ്? ഒറ്റക്ക് നിൽക്കാനാ. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മുടെ രൂപതാധ്യക്ഷൻ അഭിവന്യ ആലപ്പുഴ മെത്രാൻ അഭിവന്യ ജെയിംസ് സാനാവറമ്പിൾ പിതാവ് സ്വർഗാരോഹണത്തിൻ്റെ കുർബാന അർപ്പിക്കാൻ വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കൃപാസനത്തിൽ പിതാവിനെ യാത്രയാക്കാൻ വേണ്ടി ഞാൻ പഠിക്കുക ചെന്നപ്പോൾ പിതാവ് സന്ധ്യാപുണ്യാളൻ്റെ രൂപമല്ലേ അതൊന്നും പറഞ്ഞുകൊണ്ട് കൃപാസനത്തിൻ്റെ ഇടതുവശത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപത്തിൻ്റെ അടുത്ത് എന്നെ കൊണ്ട് ചെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് സന്ധ്യാപുണ്യാളൻ്റെ രൂപമാണ്, എനിക്ക് മുണ്ടമ്പേരി പള്ളിയിൽ നിന്ന് എനിക്ക് തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സന്ധ്യാപുണ്യാളൻ കുതിരപ്പുറത്തിരിക്കുകയാണ്. തലയിൽ പടത്തൊപ്പിയുണ്ട്, വാളുണ്ട്, പാദരക്ഷയുണ്ട്, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, എവറിത്തിങ് ഉണ്ട്. അപ്പോഴേ പിതാവ് പറഞ്ഞു ഇത് എഫേസ്യസ് 6:14 പറഞ്ഞു. എന്താ കാര്യം? രക്ഷയുടെ പടത്തൊപ്പി, ആത്മാവിൻ്റെ വാള്, സമാധാനത്തിൻ്റെ പാദരക്ഷ, ഇങ്ങനെ എല്ലാം ഒറ്റക്ക് ജീവിക്കാൻ ഒരു ക്രിസ്ത്യാനി, ഒരു പടയാളി, ഒരു വിശ്വാസി, ഒരു പടയാളി, ആത്മീയ പോരാളി, ഈ ജീവിതത്തിൽ ദുഷ്ടൻ്റെ കുരമ്പുകളെപ്പോലും ഭേദിക്കാൻ പറ്റിയ വിശ്വാസത്തിൻ്റെ പരിച ഏന്തിയ പടയാളി. അപ്പോഴേ ഇതെല്ലാം ഉദ്ദേശിക്കണത് എന്താ? ഒറ്റക്ക് ജീവിക്കാനാ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിലും സർവസജ്ജമായി എല്ലാത്തിനെയും അതിജീവിച്ച് യേശുക്രിസ്തുവിനെ പോലെ ജോലി ഏൽപ്പിച്ചവൻ പോലും കൈവിട്ട് കളഞ്ഞാലും ഏൽപ്പിച്ച ജോലി ആരെയും കാണിക്കാൻ വേണ്ടിയല്ലാതെ ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ നൽകിയിട്ടുള്ള പ്രചോദനം അനുസരിച്ചുകൊണ്ട് പൂർത്തിയാക്കുവാനുള്ള പ്രത്യേക അഭിഷേകത്താൽ സഭയെ അഭിഷേകം ചെയ്യണം. കത്തോലിക്ക തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം, ആത്മാവിന്റെ അഭിഷേകം ചെയ്യണമേ. ഈ വലിയ ജീവിതം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയുടെ ഓരോ മക്കളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. കഴിഞ്ഞ ദിവസങ്ങളിലെ സഭ വിശുദ്ധ മത്യാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. അപ്പം മത്യാസിൻ്റെ തിരുനാളിൻ്റെ ദൈവവചനങ്ങൾ ഭയങ്കര ഹൃദ്യമായ ദൈവവചനമാണ്. അത് ഒരു ദൈവവചനം എന്നെ അങ്ങോട്ട് വല്ലാതെ അങ്ങ് കൊണ്ട് ചെയ്ത്. ഈ ഒറ്റക്ക് ജീവിതത്തെക്കാരനാണ്. ഒറ്റക്ക് ജീവിതം പല രീതിയിലാകാം. ദൈവത്തെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ആരാലും അറിയപ്പെടാതെ നമുക്ക് ഒറ്റക്ക് ജീവിക്കാം. യാക്കോബും യോഹന്നാൻ്റെയും പ്രശ്നം അവരെന്തെങ്കിലും ചെയ്താൽ 10 പേര് അറിയണമെന്ന് തന്നെയാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ അങ്ങനെ ഒരു ആളല്ല മത്യാസ്. ആ കാര്യം അറിയാമെങ്കിൽ നടപടി പുസ്തകത്തിൻ്റെ 1:22 വായിക്കുമ്പോൾ അറിയാൻ പറ്റും. എന്താ പറയണത്?
അതിനാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. വിളി എന്താണ്? പുനരുത്ഥാനത്തിന് സാക്ഷിയായിരിക്കണം. ഈ പുനരുത്ഥാനത്തിന് ആളിൻ്റെ യോഗ്യത എന്താ? ഒരു വിശ്വാസിയുടെ യോഗ്യത എന്താണ്? അവനെന്താണ്? അവൻ്റെ ഐഡൻറ്റിറ്റി, അവൻ്റെ മുഖമുദ്ര എന്താണ്? നടപടി 1:21. എന്താണത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാണ് അവൻ. മരണത്തിൻ്റെ സാക്ഷിയല്ല, പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാണ്. അങ്ങനെ പല മരിപ്പുകളും ജീവിതത്തിലുണ്ടാകും, പക്ഷെ അവൻ സാക്ഷ്യം വഹിക്കുന്നത് പുനരുത്ഥാനത്തിനാണ്. ഇപ്പം തന്നെ ഈ ആഴ്ചയിൽ എന്തൊരു കടൽ കയറ്റമാണ്, എത്ര വീടുകളാണ് മുങ്ങിപ്പോയത്, എന്തുമാത്രം ആൾക്കാർക്ക് വിഷമസന്ധിയിലായിരിക്കണത്. പ്രകൃതിക്ഷോഭം, തീരദേശത്ത് മാത്രമല്ല, കേരളം ആസ്തകലമുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ദുരിതങ്ങളുണ്ട്. നമ്മൾ മരണത്തെ മുഖാമുഖം കാണുകയാണ്. ഈ മരണത്തെ മുഖാമുഖം ഒരു വിശ്വാസി കാണുമ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവൻ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാണ്. എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേണ്ടത് ആവശ്യമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ അരിഷ്ടതകളെല്ലാം യോഹന്നാൻ 16:33 എഴുതിയിരിക്കുന്ന പോലെ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും. അവിടെ കോവിഡ് ഉണ്ടാകും, അവിടെ ഉരുൾപൊട്ടലുണ്ടാകും, കടൽക്കയറ്റം ഉണ്ടാകും, ലോകത്തെ ഞെരുക്കങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് ഈശോ പറഞ്ഞില്ല. എങ്കിലും ധൈര്യമായിരിക്കുമെൻ, ഇതിനെല്ലാത്തിനെയും ഈ ലോകത്തെ ഞാൻ കീഴടക്കിയിരിക്കുന്നുവെന്ന്. ഈ ലോകത്തെ കീഴടക്കിയവൻ്റെ, ആ കീഴടക്കിയത്, മരണത്തെ കീഴടക്കിയവൻ്റെ അടയാളം എന്താണ്? അവൻ പുനരുത്ഥാനം ചെയ്തവനാണ്. വിശ്വാസി പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവൊക്കെ ആവശ്യമായി വരുന്നത്. എന്തിനാണ്? പുനരുത്ഥാനത്തിന് സാക്ഷ്യം. മരണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ കാലിടരാതെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി പ്രത്യാശയോടെ മുന്നേറാൻ വേണ്ടിയാണ് ശരിക്കും നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മൾ ആപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാ കോവിഡ് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂരദേശത്തെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാലവർഷക്കെടുതിയിൽ അകപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന. ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, ആരാധന. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അവിടെ 1:22 കുറച്ചുകൂടി വ്യക്തമായ ഒരു വചനമാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഒരു വിശ്വാസി എന്നും ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ വിശ്വാസത്തിന് അവൻ ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരും. യോഹന്നാൻ 17:4 അനുസരിച്ച് കൊണ്ട് പിതാവ് അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കുമെന്ന് പറയുമ്പോൾ ആ പിതാവ് പൂർത്തിയാക്കുന്ന സമയത്തില്ല. നമ്മൾ ഏൽപ്പിച്ച ജോലി ഏൽപ്പിച്ചവൻ കൂടെ ഇല്ലെങ്കിലും, അവൻ കാണുന്നില്ലെങ്കിലും അത് പൂർത്തിയാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്നാണ് ഇപ്പോഴേ സുവിശേഷ ശുശ്രൂഷയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1:22 നടപടി 1:22 എന്താ പറയണത്? അതായത് ഒരു അപ്പോസ്തലൻ്റെ യോഗ്യത എന്താ? ഒരു വിശ്വാസിയുടെ യോഗ്യത എന്താ? യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. അപ്പോൾ അപ്പോസ്തലന്മാരുടെ യോഗ്യതയാണ് എന്താണ്? യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മുതൽ കർത്താവ് നമ്മുടെ കൂടെ സഞ്ചരിച്ചിരുന്ന കാലത്തെല്ലാം നമ്മോട് കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം അപ്പോസ്തല സ്ഥാനത്തേക്ക് വരേണ്ടതെന്നാണ്. ഇപ്പം കൂടെ ഉണ്ടായിരുന്ന ആൾ, കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ, പക്ഷേ മത്യാസ് കൂടെ ഉണ്ടായിരുന്നതായിട്ട് ആർക്കും അറിയത്തില്ല. അതാണ് പ്രശ്നം. പല മത്യാസന്മാരെ അറിയത്തില്ല, സഭയ്ക്ക് പോലും അറിയത്തില്ല. പല മത്യാസന്മാരെ വികാരത്തിന് പോലും അറിയാൻ പാടില്ല. അവരൊക്കെ എല്ലാം കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. കൂടെ ഉണ്ടായിരുന്നിട്ടും ഞങ്ങളെ അറിയുന്നില്ലല്ലോ എന്നുള്ള എല്ലാവരുടെയും പ്രശ്നം. നടപടി 1:22 വായിക്കുമ്പോൾ മനസ്സിലാകും. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മുതൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് പത്രോസ്. പിന്നെ ആരാണ്? അന്ത്രയോസ്. പിന്നെ ആരാണ്? യാക്കൂബ്, യോഹന്നാൻ. ദാറ്റ് ഈസ് പ്രൈമറി ഡിസൈപ്പിൾസാണ്. മത്തായിയൊക്കെ പിന്നീട് വന്ന ആൾക്കാരാണ്. മത്തായിക്കാൾ ആദ്യം വന്ന ആളാണ് മത്യാസ്. അതുകൊണ്ട് ബർസബാസും മത്യാസും രണ്ടുപേരും കൂടിയാണ് അവസാനം ഈ കാലമെല്ലാം
കർത്താവിൻ്റെ കൂടെ ഈ 3 വർഷവും സഞ്ചരിച്ചിട്ടും അവരുടെ പേര് സുവിശേഷകന് ഓർക്കാൻ വേണ്ടി മാത്രം ഒന്നും പ്രത്യേകിച്ച് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അഥവാ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി അവരൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. മത്യാസിന് കുറി വീഴാൻ കാര്യം എന്താ? അവൻ ഒറ്റക്കായിരുന്നു. കർത്താവിൻ്റെ കൂടെ അവനുണ്ടായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ കൂടെ അവനുണ്ടായിരുന്ന കാര്യം മറ്റുള്ളവർക്ക് അറിയത്തില്ലായിരുന്നു. എപ്പോഴും അറിയപ്പെടാത്ത അനോണിമസ് ക്രിസ്ത്യൻ നമ്മൾ പറയും. പക്ഷേ അനോണിമസ് വിറ്റ്നസ്സിൽ മെത്രാനെ അറിയത്തില്ല, വികാരത്തെ അറിയത്തില്ല, കൃപാസനൻ ഡയറക്ടർക്ക് അറിയത്തില്ല, ഇങ്ങനെയുള്ള ധ്യാനകേന്ദ്രങ്ങളുടെ ഡയറക്ടർമാർക്ക് അറിയത്തില്ലെങ്കിലും മത്യാസ്മാരെ കർത്താവിൻ്റെ കൂടെ അവൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. എന്നെ ശ്രമിക്കുന്ന ദൈവജനമേ, നീ ഓർക്കുക, നീ ചെയ്ത ജോലികളെല്ലാം, അത് കുടുംബജീവിതമായാലും തൊഴിൽ ജീവിതമായാലും, നീ ചെയ്ത സത്യങ്ങൾ, ചെയ്ത നീതികൾ, നീ സഭയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടി ചെയ്ത നന്മകൾ ആരും അറിയുന്നില്ലെങ്കിലും എല്ലാം അറിയുന്നവൻ നിനക്കൊരു കാലത്ത് കുറി വീഴുവെന്ന് നീ ഓർത്തിരിക്കണം. അതാണ് മത്യാസ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ജീവിതത്തെ ആശീർവദിക്കണമേ. ദൈവസ്നേഹത്തോടെ പാടാം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ഇങ്ങനെ കർത്താവ് നൽകിയ ആത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടി ഒറ്റയ്ക്ക് ഔദ്യോഗികമായ സഭയോ സ്വന്തം സഹോദരങ്ങളോ സതീർത്ഥരോ അറിയാതെ കർത്താവിൻ്റെ കൂടെ ജീവിച്ച് ഒറ്റയ്ക്ക് ശുശ്രൂഷ പൂർത്തിയാക്കി ഒക്കെ അവർ അവിടെ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നൊരു സുവിശേഷ ഭാഗമുണ്ട്. അത് കൊളോസ്യസ് 3:22. ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുവിൻ. ഇത് മനുഷ്യപ്രീതിക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാനായി ചെയ്യുന്നതാകരുത്. ചില കാര്യങ്ങൾ മറ്റുള്ളവർ കാണത്തില്ല, കാണിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണ്ട. അതാണ് കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം. അവിടെ ആരുമില്ല, സുപ്പീരിയേഴ്സ് ഇല്ല, വീട്ടുകാരില്ല, മേലാളന്മാരില്ല, അധികാരികളില്ല, ആരുമില്ല. കാണാനില്ല, അംഗീകരിക്കാനില്ല, ഏറ്റുപറയാനില്ല, പ്രോത്സാഹിപ്പിക്കാനില്ല. അപ്പോഴാണ് ഒറ്റക്കായി പോണത്. അപ്പോൾ എഫേസ്യസ് 6:14 അനുസരിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞവൻ രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞുകൊണ്ട്, സമാധാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പാദരക്ഷ അണിഞ്ഞുകൊണ്ട്, ദൈവവചനമാകുന്ന വാള് കൈ പിടിച്ചുകൊണ്ട് അവനൊറ്റയ്ക്ക് അവനേൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോഴേ പൗലോസ് പറയും, എന്താ പറയണത്? കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട്, കൊളോസ്യസ് 2:3-22, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം. നിങ്ങളുടെ ജോലി എന്തായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യനെ അല്ല സേവിക്കണത്. ആരും അംഗീകരിച്ചില്ല, ആരും കാണുന്നില്ലെങ്കിൽ, മത്യാസിനെ പോലെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിട്ട് ആരും കണ്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യനെ അല്ല നിങ്ങൾ സേവിക്കണത്, ദൈവത്തെ സേവിക്കുന്നത് പോലെ ചെയ്യുവിൻ. അതാണ് കൊളോസ്യസ് 3:22. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യരെ എന്നല്ല ദൈവത്തെ സേവിക്കുന്ന പോലെ ഹൃദയ പരമാർത്ഥത്തോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതാണ് കൊളോസ്യസ് 3:24. കർത്താവ് യേശു ക്രിസ്തുവിനെ തന്നെ ആണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന്. അതാണ് 3:24. മത്യാസിന് പ്രതിഫലം ലഭിച്ചില്ല. ഇപ്പോഴേ ആരും അറിയാതിരുന്ന മത്യാസിനെ ദൈവം എല്ലാം അറിയുന്നുണ്ടായിരുന്നു. ദൈവത്തിലെ നിൻ്റെ ജോലിയും ഇങ്ങനെ തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങൾ നീ കുടുംബത്തിൽ ചെയ്തത് നിൻ്റെ ഭർത്താവ് അറിഞ്ഞോ, നിൻ്റെ ഭാര്യ അറിഞ്ഞോ, നിൻ്റെ മക്കൾ അറിഞ്ഞോ? ചിലരൊക്കെ പറയണത് മരിച്ചു കഴിഞ്ഞായിരിക്കും അവർ ചിലപ്പോൾ നീ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലെന്ന് വരും. പക്ഷേ
ജീവിച്ചിരിക്കുമ്പോൾ നല്ല വാക്ക് പറയാൻ വേണ്ടിയല്ല നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. നമ്മുടെ പ്രതിഫലം കർത്താവിൽ നിന്നാണ്. അത് മത്യാസ് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് ആരും അറിഞ്ഞില്ല. പക്ഷേ അറിയേണ്ടവൻ അറിഞ്ഞു, അറിയേണ്ട സമയത്ത് അറിഞ്ഞു. അറിയേണ്ട സമയത്ത് എന്തങ്ങനെ ചെയ്യേണ്ടി വന്നാലും അത് മനുഷ്യനെയല്ല ദൈവത്തെ ശുശ്രൂഷിക്കുന്ന പോലെ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടിയേ തീരൂ. പെന്തക്കോസ്ത് മഹോത്സവത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. അനോണിസമായിട്ട് ജീവിക്കേണ്ടി വരുമ്പോഴും അജ്ഞാതരായി അറിയപ്പെടാത്തവരായി കർത്താവിൻ്റെ ജോലി ചെയ്തുകൊണ്ട് അത് പിതാവ് ഏൽപ്പിച്ചവൻ കൂടെ ഇല്ലെങ്കിലും അത് പൂർത്തിയാക്കാനുള്ള ഒരു നിയോഗം വരുമ്പോൾ അത് മനുഷ്യനെയല്ല ദൈവത്തോടുന്നതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ദൈവമാണ് കരുതി വെക്കുന്നത്. കരുതി വെച്ചിരിക്കുന്ന പ്രതിഫലത്തെ, ദൈവികമായ പ്രതിഫലത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒറ്റക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഒറ്റക്ക് നിന്ന് ഒറ്റക്ക് സാക്ഷിയായി കർത്താവിൻ്റെ നാമത്തിലെ അഭിഷേകം പ്രാപിക്കാൻ ദൈവം നമ്മളെ ആത്മാവിനെ അഭിഷേകം ചെയ്യട്ടെ. സ്തുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിന്റെ കൃപ എല്ലാ മക്കളിലേക്ക് നിറയ്ക്കണമേ. കരങ്ങൾ വീശി യേശുവേ ആരാധിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ മക്കളും തിരുസഭയിൽ നിറയുകയാണ്. ഉടമ്പടിയെടുത്ത ഓരോ മക്കളിലേക്ക് അഭിഷേകം ചൊരിയുകയാണ്. ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അഭിഷേകം ചൊരിയുകയാണ്. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. രോഗമുള്ള ഇടത്തങ്ങളെല്ലാം ദേവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തിയിൽ ദിവ്യകാരുണ്യം ജ്വലിച്ചു നിൽക്കുന്ന ആരാധനയുടെ സ്വർഗീയ നിമിഷങ്ങളിലെ പുരോഹിതൻ്റെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ കർത്താവിൻ്റെ നാമത്ത് വലതുകൈയും കരം ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ അധിവസിച്ചുകൊണ്ട് നിങ്ങളെ ധന്യമാക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് നിറയാൻ ഉൾപ്പെടെ, ദൈവത്തിൻ്റെ ശക്തി നിറയാൻ ഉൾപ്പെടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ കൈവെക്കുമ്പോൾ തന്നെ ശിരസ്സിനും ഒരു കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, ശിരസ്സിലും ശരീരത്തിലും രോഗത്തിലും കർത്താവേ, മക്കൾ അങ്ങയുടെ നാമത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ശിരസ്സിൽ കൈവച്ചിരിക്കുന്നവർ പരിശുദ്ധാത്മാവ് നിറയുവാനും ശരീരത്തിന് മറ്റു മറു കൈകൊണ്ട് ശരീരത്തിന് വ്യത്യസ്തമായ ഭാഗങ്ങളിൽ കൈവച്ചിരിക്കുന്നവരെ രോഗസൗഖ്യം നേടുവാനും വേണ്ടി കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രണ്ട് കൈകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വലത് കൈ ഞങ്ങൾ ശിരസിൽ വെക്കുന്നു, ഇടത് കൈ എവിടെയാണ് രോഗം അവിടെ വെക്കുന്നു കർത്താവേ. അതെല്ലാം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിരുനാമത്തെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ. 35 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയെ കർത്താവെ അനുസ്മരിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ് കൃപാസ്ഥാനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കർത്താവെ അനുസ്മരിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളം ദൈവത്തിന്റെ ശക്തിയാൽ യേശുക്രിസ്തുവിനെ ജീവിക്കുന്ന കർത്താവിന്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ ശരീരങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ക്യാൻസർ രോഗം അനുഭവിക്കുന്നവരെ, കോവിഡ് രോഗം അനുഭവിക്കുന്നവരെ, ശ്വാസകോശങ്ങളെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. ക്യാൻസർ രോഗങ്ങളെ കഴുകപ്പെടട്ടെ. ഏത് രോഗത്തിന് വേണ്ടിയാണോ ഇപ്പോൾ മക്കൾ പ്രാർത്ഥിക്കുന്നത് ആ രോഗങ്ങളെല്ലാം യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. രോഗങ്ങൾ സൗഖ്യപ്പെടുത്തി നന്ദി പറയുന്നു. എല്ലാ കൊറോണ വൈറസ് രോഗങ്ങളെ നന്ദി പറയുന്നു. ആരാധന സ്നേഹത്തോടെ സൗഖ്യം ഏറ്റുവാങ്ങി ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, ജോലിയില്ലാത്തവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉടമ്പടി വെച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളും മക്കൾ ഓർക്കുക. ആ സഹനമെല്ലാം സാക്ഷ്യമാക്കി സന്തോഷമാക്കി മാറ്റാൻ വേണ്ടി എവിടെയാണ് നിങ്ങളായിരിക്കുന്നത് അവിടെ മുട്ട നിൽക്കാൻ പരുവമുണ്ടെങ്കിൽ മുട്ടയിൽ നിന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അഭിഷിക്തൻ നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങൾ പരിശുദ്ധമ വഴി ഈശോ കേൾപ്പിച്ചുകൊണ്ട് നിങ്ങളെ സാക്ഷികളാക്കി സന്തോഷത്തോടെ കൃപാസനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും.
ആ വലിയ നല്ല നല്ല നാളുകൾക്കായി നോക്കി പാർത്തുകൊണ്ട് ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, സാങ്കേതികമായ തടസ്സങ്ങൾ, നിയമ തടസ്സങ്ങൾ ഉള്ളവരെ, അതുപോലെ തന്നെ വിദേശ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തടസ്സങ്ങളും, എല്ലാ തകരാറുകളും, എല്ലാ സർക്കാരുകളുടെ നിയമങ്ങൾ കാരണം പൊറുതിമുട്ടി ജീവിക്കുന്ന, അന്യരാജ്യങ്ങളിൽ ജീവിക്കുന്ന മക്കൾ, വിദ്യാഭ്യാസ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്ന മക്കൾ, അഡ്മിഷൻ കിട്ടാത്ത മക്കൾ, പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കൾ, പരീക്ഷ വരാൻ പോകുന്ന മക്കൾ, അവരെല്ലാം അച്ഛനീ നിമിഷം ഓർത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. കലഹമുള്ള കുടുംബങ്ങളെ, കേസിലകപ്പെട്ടിരിക്കുന്നവരെ, വിവാഹമോചനത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിൽ കർത്താവെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താൻ വേണ്ടി കർത്താവെ ഏറ്റവും പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചിട്ട് പോലും കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയി കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് ഞാൻ പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ ആരാധനയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ എല്ലാ മക്കളെയും നീ ഓർത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രോഗികളെ, വിവാഹം ഒത്തുവരാത്തവരെ, വിവാഹ തടസ്സമുള്ളവരെ, വിവാഹ തകർച്ച നേടുന്നവരെ, സാമ്പത്തിക തകർച്ചയുള്ളവർ, വരുമാന മാർഗ്ഗമില്ലാത്തവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, ഉദ്യോഗം പോയവരെ, കർത്താവെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ കർത്താവെ ജോലിയില്ലാതെ, ഒരു വരുമാനമില്ലാതെ, കുടുംബത്തിൽ നിന്ന് മാത്രം കർത്താവെ പൈസ അയച്ചു കൊടുത്തിട്ട് ജീവിക്കുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുടുംബങ്ങളിൽ കടങ്ങൾ കൊണ്ടുവരുന്നത് പല പല ലോണുകളെ കടങ്ങൾ കാരണം കർത്താവെ വിഷമം അനുഭവിക്കുന്നവർ, കർത്താവ് വഴിയില്ലാത്തവർ, പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെ എല്ലാവരെയും ഉടമ്പടി വെച്ചിട്ടുള്ള മുഴുവൻ വിഷയങ്ങളെ ഏറ്റെടുക്കാൻ പ്രയർ റിക്വസ്റ്റ് മുഴുവൻ വിഷയങ്ങളെ, ഓൺലൈൻ ഉടമ്പടിയിലുള്ള മുഴുവൻ വിഷയങ്ങളെ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദിവ്യകാരുണ്യമേ ഈ നിമിഷം ഏറ്റെടുത്തുകൊണ്ട് അവരെ സാക്ഷിയായി മാറ്റണമേ. യോഗങ്ങളുടെ മേലും കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടമില്ല നീങ്ങിടട്ടെ, രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മൗന പ്രാർത്ഥനയുടെ സമയമാണ്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഷെയർ ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ ഫണ്ട്സിന് ഷെയർ ചെയ്യേണ്ട സമയമാണ്. ഈ സമയം നിങ്ങളുടെ മൗനമായ വിഷയങ്ങൾ, ആരാധനയിൽ അച്ഛൻ സൂചിപ്പിക്കാത്ത എന്തെങ്കിലും കടുത്ത സങ്കടമുണ്ടെങ്കിൽ അത് മൗനമായി കൈകൾ കൂപ്പി പ്രാർത്ഥിക്കേണ്ട സമയം കൂടിയാണ്. ഷെയർ ചെയ്തതിന് ശേഷം, ആ വലിയ സുവിശേഷ പ്രവർത്തനം ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൗനമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത വിഷയങ്ങൾ കർത്താവിനെ അറിയാനറിഞ്ഞവരെ ആഴപ്പെടാനാണ് ഈ പെന്തക്കോസ്ത ഒരുക്ക ധ്യാനം, ഉടമ്പടി ധ്യാനം നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ കൂടി ഈ ധ്യാനം അങ്ങേ അറിയാത്ത അനേകം മക്കൾ അറിയുവാൻ, അങ്ങേ അറിയുന്ന മക്കളെ ആഴപ്പെടുവാൻ മൊബൈലിൽ നിന്ന് ഈ പ്രോഗ്രാം മഹത്വത്തിനായി ഇപ്പോൾ ഷെയർ ചെയ്യുന്നു. അത് അങ്ങ് ഈ വ്യക്തികളെ, ഈ വചനം കേൾക്കുന്ന വ്യക്തികളെ അഭിഷേകം ചെയ്യണം. ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തുകൊണ്ട് ശ്രുതിക്കട്ടെ. നമുക്ക് 3 പ്രോഗ്രാമാണ് ഇപ്പോഴ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഷാലോൺ ടി വിയിൽ ഇപ്പോൾ തന്നെ ഇത് 11:30 മണിക്ക് എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച 11:30 മണിക്ക് ഷെക്കിന ടി വിയിൽ മരിയൻ ഉടമ്പടി ധ്യാനം ലൈവാണ്.
എല്ലാ ചൊവ്വാഴ്ചയും. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും 1:30 മണിക്ക്, എല്ലാ തിങ്കളാഴ്ചയും 2 മണിക്ക്, ഷാലോം ടി വിയിലെ എല്ലാ തിങ്കളാഴ്ചയും 2:30 മണിക്ക് സാന്ത്വനാഭിഷേകം എന്നുള്ള മരിയൻ ഉടമ്പടി ധ്യാനത്തിൻ്റെ മറ്റൊരു അഭിഷേക തലമാണ് സാന്ത്വനാഭിഷേക ധ്യാനം. അതെല്ലാ തിങ്കളാഴ്ചയും 2:30 മണിക്കാണ് ഷാലോം ടി വിയിലെ. വെള്ളിയാഴ്ച അതിൻ്റെ ടെലികാസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഗുഡ്നസ് ടി വിയിൽ പുതിയൊരു ശുശ്രൂഷ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് നന്മ നിറഞ്ഞ മറിയം. അത് വലിയ ശുശ്രൂഷയാണ്. അതുപോലെ അതായത് ലോകത്തിലുള്ള മുഴുവൻ ഇടങ്ങളിലും അമ്മ പ്രത്യക്ഷപ്പെട്ട പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം ഉള്ള മരിയൻ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചുള്ള ദൃശ്യ ശ്രാവ്യ വിവരണങ്ങളാണ്. ഇന്നലെ രാത്രി 9 മണിക്കുണ്ടായിരുന്നു. അതിന് ടെലികാസ്റ്റ് ഇപ്പം തന്നെ ഉണ്ടാകും ഗുഡ്നസ് ടി വിയിൽ 1:30 മണിക്ക്. ഇപ്പോഴേ ഗുഡ്നസ് ടി വിയിൽ 1 മണിക്ക് ഗുഡ്നസ് ടി വിയിൽ 1 മണിക്ക് ഇപ്പം തന്നെ അതിൻ്റെ ടെലികാസ്റ്റ് ഉണ്ടാകും. ഇത് നല്ല ടൈമാണ്, നിങ്ങൾക്ക് കാണാൻ എളുപ്പമാണ്. കാര്യം ഇപ്പം തന്നെ ആശീർവാദം കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഗുഡ്നസ് ടി വിയിലേക്ക് അതിനെ ആ ചാനൽ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മ നിറഞ്ഞു മറിയാമെന്നുള്ള വലിയ, അതായത് മാതാവിൻ്റെ പ്രത്യക്ഷങ്ങളെക്കുറിച്ചുള്ള 25 മിനിറ്റുള്ള എപ്പിസോഡ് കാണാൻ പറ്റും. ഈ 3 ടി വി ശുശ്രൂഷകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 22-ാം തീയതി മുതലേ ആലപ്പുഴ രൂപതയുടെ ആധ്യാത്മിക ശുശ്രൂഷയെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാസമായതിനാൽ വൈകുന്നേരം വണക്കമാസം ആദ്യം 5 മണിക്ക് ജപമാല, അടുത്ത ശനിയാഴ്ച മുതൽ മെയ് 31-ാം തീയതി വരെ 5 മണിക്ക് ജപമാല, 5:30 മാതാവിൻ്റെ വണക്കം വായന, അതുപോലെ തന്നെ 6 മണിക്ക് പരിശുദ്ധ കുർബാന, 7 മണിക്ക് ആരാധന. ഇതെല്ലാം മരിയൻ ആരാധനയാണ്. മാർപ്പാപ്പയുടെ മരിയൻ ചാക്രിക ലേഖനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രബോധനങ്ങളാണ് ആരാധനയിൽ വിഷയമാക്കിയിരിക്കുന്നത്. ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അമ്മയുടെ മാസത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ശനിയാഴ്ച 22-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ. പ്രൈസ് ദി ലോർഡ്. സമാപന ആശീർവാദം സ്വീകരിക്കാം. ഇതാ യേശു നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. നിങ്ങളുടെ മനസ്സിലെല്ലാ പ്രാർത്ഥനകളും ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളും ഇപ്പോൾ തത്സമയം സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ കർത്താവേ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉടമ്പടി എടുത്ത മക്കളെ അവരുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീരദേശങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൊറോണ വൈറസ് രോഗികളെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന്